എൻ്റെ പേര് രതീഷ് എന്നാണ്. ഞാനിവിടുത്തെ ഒരു സ്റ്റാഫും കൂടെയാണ്. ഈ അണക്കെട്ടിന്റെ പേര് ബാണാസുര സാഗർ അണക്കെട്ട് എന്നാണ്. ബാണാസുര സാഗർ അണക്കെട്ട് എന്ന് പേര് വരാൻ കാരണം നമ്മുടെ പൂർവ്വകാല റൂളറായിട്ടുള്ള മിത്ത് പ്രകാരം മഹാബലിയുടെ പുത്രനായിട്ടുള്ള ബാണാസുരൻ ഈ മലയിൽ തപസ് ചെയ്തു എന്നാണ് ഐതിഹ്യം. അതിന്റെ ഭാഗമായിട്ടാണ് ബാണാസുര സാഗർ എന്നുള്ള പേര് ഇതിന് കൊടുത്തിരിക്കുന്നത്. 1979 ഈ ഡാം നിർമ്മാണം ആരംഭിച്ചത്. ഇത് മണ്ണ് കൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഏഷ്യയിലെ ഫസ്റ്റും ഏഷ്യയിലെ സെക്കൻഡ് ലാർജസ്റ്റും അതുപോലെ ഇന്ത്യയിലെ ഫസ്റ്റുമാണ് ഈ ഡാം. ഇതിൽ 62 സ്ക്വയർ കിലോമീറ്ററിൽ വെള്ളം ചുറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്. കൂടുതൽ സ്ഥലങ്ങളിൽ 45 മീറ്റർ ഡെപ്ത് ഇതിനുണ്ട്, 45 മീറ്റർ ആഴമുണ്ട് ഈ ഡാമിന്. ഇവിടുത്തെ വെള്ളം സ്റ്റോറേജ് ആയിട്ടാണ് ഇവിടെ ഇപ്പോൾ സൂക്ഷിച്ചിട്ടുള്ളത്. ഇവിടുത്തെ വെള്ളം ഇതിനപ്പുറം ഈ മലയ്ക്കപ്പുറം മറ്റൊരു ഡാമുണ്ട്, കക്കയം എന്ന് പറയുന്നത്, കോഴിക്കോട് ജില്ലയിൽ. അവിടേക്ക് ടണൽ വഴി 4.5 കിലോമീറ്റർ നീളമുള്ള ടണൽ വഴി അങ്ങോട്ട് വെള്ളം കൊണ്ടുപോകണം. അവിടെ നിന്നാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത്. 250 മെഗാവാട്ട് ശേഷിയാണ് ഇതിന്റെ വൈദ്യുതി ഉൽപാദനം. കുറ്റ്യാടി പ്രൊജക്ട് എന്നാണ് ഇത് മൊത്തത്തിൽ അറിയപ്പെടുന്നത്. ഇവിടെ ധാരാളം വിനോദസഞ്ചാരികൾ വരുന്നുണ്ട്. ഇവിടുത്തെ പ്രധാന ടൂറിസം ആകർഷണം എന്ന് പറയുന്നത് സ്പീഡ് ബോട്ടിംഗ് ആണ്. കേരള ഹൈഡൽ ടൂറിസം ആണ് ഇവിടുത്തെ ടൂറിസം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കേരള ഇലക്ട്രിസിറ്റി ബോർഡിന് കീഴിലാണ് ഈ ടൂറിസം ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. ഇവിടെ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നത് ശനി ഞായർ ദിവസങ്ങളിലും അതുപോലെ മറ്റ് അവധി ദിവസങ്ങളിലുമാണ്. ശരിക്കും 10,000-കണക്കിന് സഞ്ചാരികളുടെ മുകളിൽ അവധി ദിവസങ്ങളിൽ ഇവിടെ വരാറുണ്ട്. നല്ല വ്യൂ ആണ്. ഉള്ളിലേക്ക് പോയാൽ ആവശ്യക്കാർക്ക് ഇഷ്ടംപോലെ സഞ്ചരിക്കാനും അതുപോലെ തന്നെ താമസിക്കാനും ഉൾപ്പെടെയുള്ള വിവിധ ഇടങ്ങൾ ഇവിടെയുണ്ട്. റിസോർട്ടുകളുണ്ട്, ഹോം സ്റ്റേകളുണ്ട്, എല്ലാവിധ സൗകര്യങ്ങളും, ഫുഡോ എനിത്തിങ് എന്ത് വേണമെങ്കിലും ഇവിടെ കിട്ടും. പിന്നെ ഡാമിൽ ഇവിടെ മീൻ വളർത്തുന്നുണ്ട്. അത് കേരള ഗവൺമെന്റ് ട്രൈബൽസ് വിഭാഗത്തിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ കാണാം, നിങ്ങൾക്ക് ഒരു നീല ഇതായിട്ട് ഷെഡായിട്ട് അവിടെ കാണാം. അത് മീൻ വളർത്തുന്ന സ്ഥലമാണ്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് മീൻ വാങ്ങിക്കാം. ഡാമിലെ ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ ലഭ്യമാണ്. ടൂറിസ്റ്റുകൾക്ക് എനി ടൈം എത്ര ടൂറിസ്റ്റുകൾ വേണമെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ബാണാസുര ഹൈഡൽ ടൂറിസം.